കിളിവാതിലിനടുത്ത് വന്നിരുന്നു. പുറത്തെ വെയിലിലേക്ക് നോക്കി നോക്കി ഇരിക്കുമ്പോൾ വാഴക്കൂട്ടങ്ങളിൽ ഇരുട്ട് വന്നു നിറയുന്നുണ്ടെന്ന് തോന്നി. ഉച്ചവെയിലും ഇരുട്ട് മാറി മാറി മറയുകയും തെളിയുകയുമാണ്. ഇരുട്ട് നിറയുമ്പോൾ ഭയമാണ്. ഇരുട്ടിൽ നിന്ന് കൈകൾ കിളിവാതിലിലൂടെ നീണ്ടുവന്നാലോ? തീക്കട്ടകൾ ചവയ്ക്കുന്ന പിശാചുക്കൾ മുടിയഴിച്ചിട്ടു പായുന്ന കരിനീലി രാത്രിയെയും ഇരുട്ടിനെയും അവൻ വെറുക്കുന്നു. രാത്രി മുഴുവൻ ചുമരും ചാരിയിരിക്കുന്നു. ശ്രദ്ധിക്കുകയാണ് പതിവ്. കന്മഴ നിലത്ത് വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? പടിപ്പുരയിൽ നിന്ന് ദാഹിച്ചു വരുന്ന ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? മണ്ണ് പുരണ്ട് മാറിലേക്ക് കണ്ണുനീർ അടർന്നു വീണു. എന്തുമാത്രം വേദനയാണ്! പുറത്തേക്ക് നോക്കാനും വയ്യ. ഉച്ചവെയിൽ മായുന്നു, ഇരുട്ട് നിറയുന്നു. തീക്കട്ട ചവയ്ക്കുന്ന പിശാചുകളെ പോറ്റുന്ന ഇരുട്ട്. അവൻ ചുമരിലേക്ക് മുഖം തിരിച്ചിരുന്നു. തിരിഞ്ഞു നോക്കാൻ വയ്യ. കിളിവാതിലിനപ്പുറത്ത് എന്തോ അനങ്ങുന്നു. പതുക്കെ പതുക്കെ ചുമലിലൂടെ ഒന്ന് നോക്കി. നടുങ്ങിപ്പോയി. മുടി അഴിച്ചിട്ടിട്ടുണ്ട്. വായില് തീയുണ്ടോ? എന്തോ കിലുങ്ങുന്നു. കാലിലെ ചെലമ്പാണോ? കുട്ടിയേട്ടാ! ഒരു നേർത്ത സ്വരം കേട്ടു. ഭീതിയോടെ നിലത്ത് മുഖമമർത്തി അവൻ കിടന്നു. കുട്ടിയേട്ടാ, ഇത് ഞാനാണ്. ഭയവും വേദനയും കലർന്ന സ്വരത്തിൽ അവൻ ഞരങ്ങി. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ആ കിളിവാതിൽ ഓലത്തടുക്കുകൊണ്ട് മൂടി. അപ്പോൾ പകൽ ഓലക്കീറുകൾക്കിടയിലൂടെ നീണ്ടുവന്ന നേർത്ത പ്രകാശധാര മാത്രമാണ് ഇരുട്ടിൽ വിടവുണ്ടാക്കുന്നത്. ദിവസങ്ങൾ പലതു കടന്നുപോയപ്പോൾ മുറിയിലെ ഇരുട്ട് അവനെ ഭയപ്പെടുത്താതായി. ചുറ്റും മൂലകളിൽ പതുങ്ങിയിരിക്കുന്ന കറുത്ത രൂപങ്ങൾ അവനെ കൊല്ലുകയില്ല. അവർ അവന്റെ കൂട്ടുകാരായി. അവർ ചെവിയിൽ നൂറുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അവനും പറയാൻ പലതുമുണ്ട്. ദാശമാൻ കുഴിച്ചിട്ട ചെപ്പുകൂടം അവൻ എടുക്കാൻ പോകുന്നു. താന്നിക്കുന്നിന്റെ മുകളിൽ മാളികയുണ്ടാക്കും. അതിന്റെ 7ാം നിലയിലിരുന്ന് മണൽത്തിട്ടും പായ്വഞ്ചികൾ പോകുന്ന പുഴയും കാണും. ഓലക്കീറിനിടയിലൂടെ ചിലപ്പോൾ കണ്ണുകൾ കാണാം. പുറത്തുനിന്ന് ആരെല്ലാമോ എത്തി നോക്കുന്നു. പല ശബ്ദങ്ങളും കേൾക്കാം. താമ്പുരാൻകുട്ടർ ഒരു യോഗേ. ആ അമ്രാളിത് കാണാണ്ടേ കണ്ണടച്ചത് നന്നായി. ഒന്നിനോക്കണം പോകുന്ന ഒരാണാണ്. വല്ലാത്ത കഷ്ടം. അതൊന്നും അവന് കേൾക്കണ്ട. ചുമരിൽ ഉറുപ്പികകൾ പോലെ പതിയുന്ന വെളിച്ചത്തിന്റെ കൊച്ചു വൃത്തങ്ങൾ നോക്കിയിരിക്കും. മൂലകളിലെ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത കൂട്ടുകാരോട് പലതും പറയും. ഒരിക്കൽ ഇരുമ്പ് പിഞ്ഞാണത്തിൽ ചോറുമെടുത്ത് അച്യുതൻ നായർ വാതിൽ തുറന്നു വന്നപ്പോൾ അവൻ മുമ്പിലേക്ക് ഛർദ്ദിച്ചു. അയാൾ പിഞ്ഞാണം പുറത്തു വെച്ച് വാതിലടച്ചുപോയി. തിരിച്ചു വന്ന് വാതിൽ തുറന്നപ്പോൾ കയ്യിൽ തടിച്ചൊരു പുളിവടി ഉണ്ടായിരുന്നു. ഇനി ചെയ്യോ എന്ന് ചോദിച്ചടുത്തപ്പോൾ മാത്രമേ വേലായുധൻ വടി കണ്ടുള്ളൂ. മറക്കിരിക്കണമെങ്കിൽ വിളിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്? തോളിലാണ് ആദ്യത്തെ വിളി വീണത്. പതിവ് പോലെ വേലായുധൻ കരഞ്ഞില്ല. അരിശങ്കരളിലും കണ്ണിലും കത്തിപ്പടരുകയായിരുന്നു. എന്താടാ, നീ നോക്കി ദഹിപ്പിക്കുവോ? വീണ്ടും അടി വീണു. ഇനി ചെയ്യോ? നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റും. പുളിവടി വീണ്ടും വായുവിൽ പുളഞ്ഞു. ഇനി ചെയ്യോ? ബഹളം കേട്ട് വാതിൽക്കൽ മുത്തശ്ശി വന്നു. പിറകെ വലിയമ്മയും. മുത്തശ്ശി ഇടറുന്ന തൊണ്ടയോടെ പറഞ്ഞു, അച്യുതാ, അരുത്, ദൈവദോഷമുണ്ട്. ഇതൊക്കെ വെറും തോന്നിയാസാണ് കാളിയമ്മേ. വലിയമ്മ തന്റെ പ്രമാണം പതിവ് പോലെ പ്രസ്താവിച്ചു. അടിയിലും മീതെ ഒരൊടിയില്ല. അപ്പോഴേക്കും അമ്മാമ എത്തി. വാതിലിനടുത്ത് വന്നു നിന്നപ്പോൾ അദ്ദേഹം മൂക്കുപൊത്തി. അച്യുതൻ നായർ സംഗതി ഒന്നുകൂടി വിശദീകരിച്ചു. രാവിലെയും വൈകുന്നേരവും വേലായുധനെ പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടും ആകം വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു. അറയിലിടാനും വയ്യാത്ത പാകായി അല്ലേ? എന്താ ഇതിനൊക്കെ പറയണ്ട്? ഇങ്ങനെയാച്ചാ ഈ വീട്ടിനകത്ത് എങ്ങനെയാ പെരുമാറാ? മനസ്സ് പിടിച്ച് വല്ലതും കഴിക്കാൻ വെക്കോ? വടക്കോർത്ത മുറിയിലാക്കിയാലോ? അമ്മാമ്മ ആലോചിച്ചു. അതിന് വാതിലില്ലല്ലോ. അതും കക്കൂസാക്കിയാലോ? അടുക്കളയുടെ അടുത്താണ് ഇനിയും. അച്യുതൻ നായരും ആലോചിച്ചു. അമ്മാമ്മയുടെ ചെകിട്ടിൽ പതുക്കെ എന്തോ പറഞ്ഞു. പീള കെട്ടിയ നനഞ്ഞ കണ്ണുകൾ ധൃതിയിൽ തുറന്നടച്ചുകൊണ്ട് വാതിൽക്കൽ നിൽക്കുന്ന മുത്തശ്ശി അതു കേട്ടു. അവർ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃദക്ഷയം, സുഹൃദക്ഷയം. ഇതൊക്കെ ഇന്നെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നില്ലേ? മുത്തശ്ശി പറഞ്ഞത് ആരും ശ്രദ്ധിച്ചില്ല. അവർ അരിച്ചരിച്ച് പതുക്കെ നടന്നുപോയി. വേലായുധൻ അന്ന് ഉണ്ടില്ല. പുറത്ത് അമ്മാമയും അച്യുതൻ നായരും പതിഞ്ഞ സ്വരത്തിൽ എന്തെല്ലാമോ പറഞ്ഞു അവൻ കേട്ടിട്ടുണ്ട്. അവർ തന്നെ കൊല്ലാൻ നിശ്ചയിച്ചിരിക്കുന്നു.
ചോറിൽ വിഷം ചേർത്തിട്ടുണ്ടാവും. വെള്ളം കിട്ടാതെ പടിപ്പുരയിൽ കിടന്ന് നിലവിളിച്ചു മരിച്ച പഴയ കാരണവർക്ക് കോഴിയിറച്ചിയിലാണ് പാഷാണം കൊടുത്തത്. ശരീരം മുഴുവൻ ചുട്ടുനീറുകയായിരുന്നു. ഇരുമ്പ് പിഞ്ഞാണത്തിലെ ചോറും കറിയും നിലത്ത് വിതറിയിട്ടു. അയ്യോ, അപ്പോഴാണ് അവൻ കാണുന്നത് നിലം മുഴുവൻ വൃത്തികേടായിരിക്കുന്നു. വൃത്തികേടാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അവൻ ഛർദിച്ചു പോയി. കിളിവാതിലിൽ മറച്ച ഓലത്തടുക്കിൽ ഒച്ചയുണ്ടായി. ഒരു മടവാക്കത്തി കിട്ടിയെങ്കിൽ. അച്യുതൻ നായർ കിളിവാതിലിനു പിന്നിൽ കാത്തു നിൽക്കുകയാണ്. കൊല്ലാൻ കാത്തു നിൽക്കുകയാണ്. ഓലത്തടുക്കിന്റെ വിടവിൽ 2 കണ്ണുകൾ ചുമർ പറ്റി നിന്നു ഭയത്തോടെ അവൻ പറഞ്ഞു, ഇനി ചെയ്യില്ല, ഇനി ചെയ്യില്ല, എന്നെ കൊല്ലണ്ട. കുട്ടിയേട്ടാ. പുറത്തുനിന്ന് നേർത്ത സ്വരത്തിൽ ഒരു വിളി. ആരടാ അത്? ഇത് ഞാനല്ലേ കുട്ടിയേട്ടാ, അമ്മുകുട്ടി. അമ്മുകുട്ടി അത്ര കി. അവന് തമാശ തോന്നി. ആരോടൊന്നില്ലാതെ കൊഞ്ഞനം കാണിച്ചു. കുട്ടിയേട്ടാ. തുടർന്നൊരു തേങ്ങൽ കേട്ടു. അവനത് ഭംഗിയായി അനുകരിച്ചു. എന്നിട്ട് ആ ഭിത്തികൾ കുലുങ്ങുമാറ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദുർബലമായ സ്വരത്തിൽ പുറമേ നിന്ന് വീണ്ടും ആ വിളി കേട്ടു. ചാടി എഴുന്നേറ്റ് കിളിവാതിലിന്റെ അഴി പിടിച്ച് അവൻ ഗർജിച്ചു, തല ഞാൻ എടുക്കും. ഇല്ല. പിന്നെ ശബ്ദമില്ല. ആശ്വാസമായി. ആളുകൾ വെറുതെ ദ്രോഹിക്കുകയാണ്. കിളിവാതിലിന്റെ അഴിയും പിടിച്ചുകൊണ്ട് കുറെ നേരം നിന്നപ്പോൾ ഓലയുടെ വിടവിലൂടെ ഒരു നേർത്ത കാറ്റ് കടന്നു വന്നു. നീറുന്ന ചുമലിലും വാരിയിലും കുളിർമയുള്ള കാറ്റ് തട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. ശരീരം തളരുന്നത് പോലെ തോന്നി. അപ്പോൾ സംശയിച്ചു, ആരാണ് നേരത്തെ വിളിച്ചത്? എന്തെല്ലാമാണ് കേട്ടത്? ഒന്നും വ്യക്തമല്ല. ഓർക്കാനും കഴിയുന്നില്ല. ഇരുട്ടിൽ കൈവിട്ടുപോയ എന്തോ ഒന്ന് തപ്പിത്തടയുകയായിരുന്നു. ഒരു ശബ്ദം വീണ്ടും ചെവിയിൽ അലയടിക്കുന്നുണ്ടെന്ന് തോന്നി. കുട്ടിയേട്ടാ. നേരാണോ? അവൻ നടുങ്ങി. അപ്പോൾ ആ കണ്ണുകൾ നിറയുകയായിരുന്നു. പൊട്ടിയ ഒരു മൺപാത്രത്തിന്റെ കഷണം നിലത്തുനിന്നു പെറുക്കിയെടുത്ത് ഒരു കോണിയുടെ ചിത്രം കോറിക്കൊണ്ട് വേലായുധൻ ഇരുന്നു. ഇരുളിൻ കീറുകൾ പതുക്കെ പതുക്കെ കണ്ണുകളിൽ നിന്ന് അകലുകയാണ്. ഇപ്പോൾ എവിടെയാണ്? ചുറ്റുപാടിലേക്കും അവൻ കണ്ണുഓടിച്ചു. വീടിന്റെ വടക്കുഭാഗത്തെ ചായ്പിലാണ് കിടക്കുന്നത്. എഴുന്നേറ്റു നിന്നപ്പോൾ തലയ്ക്കകത്ത് വല്ലാത്ത വിങ്ങൽ തോന്നി. കാലുകളിൽ നൊമ്പരമുണ്ട്. അനങ്ങിയപ്പോൾ കാലിൽ നിന്നെന്തോ കിലുങ്ങി. നോക്കുമ്പോൾ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് ചങ്ങല കിടക്കുന്നു. കുനിഞ്ഞിരുന്ന് അത് പരിശോധിച്ചു. അറ്റൻ ചുമര് തുളച്ച് അകത്തേക്ക് ഇട്ടിരിക്കുന്നു. നെരിയാണിയിൽ ചങ്ങലയുരഞ്ഞ് തോലുമായി ചുവന്നിരിക്കുന്നു. ആരാണ് കാലിൽ ചങ്ങലയിട്ടത്? ചായപ്പിൽ എപ്പോഴാണ് എത്തിയതെന്ന് വേലായുധൻ ഓർത്തു നോക്കി. ആരാണിത് ചെയ്തത്? വെറുതെ കളിപ്പിക്കുകയാണോ? നിലത്ത് നിറയെ മണ്ണും ചെളിയുമാണ്. എന്ത് വൃത്തികേടാണ് ചുറ്റും! വേലായുധൻ ഓർമ്മിച്ചു നോക്കി. ഒന്നും വ്യക്തമായി കാണുന്നില്ല. കഴിഞ്ഞ സംഭവങ്ങൾ മൂടൽ മഞ്ഞിലെ അവ്യക്ത രൂപങ്ങൾ പോലെയാണ്. ആ അമ്പരപ്പിനിടയിൽ നിന്ന് ഒരു ചോദ്യം വീണ്ടും വീണ്ടും നുരഞ്ഞു പൊങ്ങി. മനുഷ്യനെ ചങ്ങലക്കിടാറുണ്ടാ? പട്ടികളെ പോലെ? തനിക്ക് സുഖമുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കണം ചായ്പിൽ കെടുത്തിയത്. പക്ഷെ മനുഷ്യരെ ചങ്ങലക്കിടാറുണ്ടോ പട്ടികളെ പോലെ? പുറത്ത് വെയിൽ മങ്ങിയ സായാഹ്നമാണ്. മുറ്റത്തെ പൂവൻ വാഴപ്പടർപ്പിൽ ഒരു അണ്ണാൻ തേൻ കുടിക്കുന്നു. വാഴക്കുടപ്പന്റെ പോളകൾ അവൻ കടിച്ചു തുറക്കുന്നതും കണ്ടു. ഒരു ഇലയിൽ നിന്നും മറ്റൊരു ഇലയിലേക്ക്, അതിന്റെ തുമ്പത്തു നിന്നും മറ്റൊരു വാഴയിലേക്ക്. അടുക്കളയിൽ നിന്ന് ഒച്ചപ്പാടുകൾ കേൾക്കാനുണ്ട്. ആരെങ്കിലും പുറത്തു വന്നെങ്കിൽ സുഖമില്ലെന്ന് വെച്ചാണ് അവർ ചായ്പിൽ പാർപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും പുറത്തു വന്നാൽ പറയാം, എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല, ഈ ചങ്ങല അഴിച്ചു മാറ്റൂ. മനുഷ്യരെ ചങ്ങലക്ക് ഇടാറുണ്ടോ? അടുക്കളയിലെ കിണറ്റുവാതിൽ തുറന്ന് ആരോ വെള്ളം കോരുന്നു. ദീനസ്വരത്തിൽ തുടി ശബ്ദിച്ചു. വലിയമ്മ ആയിരിക്കണം. വേലായുധൻ വിളിച്ചു നോക്കി. വല്യമ്മേ, വല്യമ്മേ. മറുപടിയില്ല. ആരെയാണ് വിളിക്കേണ്ടത്? ഇവരെല്ലാം എന്തു കൂട്ടരാണ്! എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. മണ്ണ് പുരണ്ട സ്വന്തം ശരീരം കണ്ടപ്പോൾ അവന് അറപ്പ് തോന്നി. അപ്പോൾ ശരീരം ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ നാണിച്ചു പോയി. അരയിൽ തുണിയില്ല. ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും? ആരും കാണരുതേ. മുണ്ടില്ലാതെ നിൽക്കാൻ അവൻ കൊച്ചുകുട്ടിയല്ല, വലുതായിരിക്കുന്നു, വളരെ വലുതായിരിക്കുന്നു. പരുവരുത്ത താടി കഴുത്തിൽ ചൊറിച്ചിലുണ്ടാക്കിക്കൊണ്ട് ഉരസി നിൽക്കുന്നു. എന്നിട്ടും അരയിൽ ഒരു മുണ്ടില്ലാതെ വേലായുധൻ കുനിഞ്ഞിരുന്നു. ഒരു മുണ്ട് വേണം. ആരെയാണ് വിളിക്കേണ്ടത്?
വലിയമ്മയെ വിളിക്കേണ്ട. അവൻ ഗോപിയെ വിളിച്ചു. ഉച്ചത്തിൽ വീണ്ടും വീണ്ടും വിളിച്ചു. മുണ്ടുടുക്കുന്നതിന് മുമ്പ് ആരും വരരുതേ. ആരോ ചായപ്പിന്റെ മുൻപിൽ വന്നു നിന്നു. എന്താ? ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് വരില്ലേ? ഗോപി എവിടെ? ഞാൻ തന്നെയാ ഗോപി. വള്ളിയുള്ള ചുവന്ന ട്രൗസറും ഷർട്ടും ഇട്ട്. നോക്കൂ ഗോപി, നോക്കൂ. ഗോപി മിടുക്കനായിരിക്കുന്നു. എന്തിനാ വെറുതെ വിളിക്കണ്? എനിക്കൊരു മുണ്ട് കൊണ്ടെത്താ. കീറാനല്ലേ? കീറില്ലേ ഗോപി? വേഗം കൊണ്ടെത്താ. ആരെങ്കിലും വരണേന് മുമ്പേ. ഗോപി സംശയിച്ചു നിന്നു. നല്ല കുട്ടിയല്ലേ, ഒന്ന് ചെല്ല്. ഗോപി പോയി നല്ല വെളുപ്പുള്ള ഒരു മുണ്ടുമായി തിരിച്ചു വന്നു. വേലായുധന് സന്തോഷമായി. നല്ല വൃത്തിയുള്ള മുണ്ട്. കീറുവോ? കീറുവോ? എന്തിന്? കീറാനാച്ചാ തരില്ല. ഇങ്ങോട്ട് താ ഗോപി, ആരെങ്കിലും കണ്ടാൽ. ഗോപി അകലത്ത് നിന്ന് മുണ്ട് എറിഞ്ഞു കൊടുത്തു. വേലായുധന് മുണ്ട് ചുറ്റിയപ്പോൾ സമാധാനമായി. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ കുഴപ്പമില്ല. ആരാ എന്റെ കാലില് ചങ്ങലയിട്ടത്? ഗോപി അതിനുത്തരം പറഞ്ഞില്ല. ഇതൊന്ന് അഴിക്കാൻ പറ. ഗോപി പതുക്കെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. അഴിക്കടാ ഇത്. എന്താടാ, ഞാൻ പട്ടിയാണോ? ഗോപി തിരിഞ്ഞു നടന്നു. ഈ ചങ്ങല ഒന്ന് അഴിച്ചു തരാൻ ആരുമില്ലേ? അവൻ മുത്തശ്ശിയെ വിളിച്ചു നോക്കി. വലിയമ്മയെ വിളിച്ചു. ആരും വന്നില്ല. ആരും കേൾക്കുന്നുമില്ല. ഒരു മെതിയടിയുടെ ശബ്ദം പുറത്തു നിന്നു കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മാമ്മ ചായപ്പിന്റെ മുമ്പിൽ വന്നു നിന്നു. വേലായുധൻ ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു. അമ്മാമ്മയുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. എന്തടാ? അവൻ അതിനൊന്നും മിണ്ടിയില്ല. ഇതൊന്ന് അഴിച്ചു തരാനേ. ഇനി ആളുകളുടെ മെക്കെട്ട് കയറാനാ? എന്തിനാ ചങ്ങലക്കിട്ടിരിക്കണ്? നിന്റെ തോന്നിയാസം കൊണ്ട്. നിന്റെ ഭ്രാന്ത് മാറുവോ? ഞാനൊന്ന് നോക്കട്ടെ. അമ്മാമ്മ മെതിയടി ശബ്ദിപ്പിച്ചുകൊണ്ട് നടന്നുപോയി. വേലായുധൻ ആലോചിച്ചു നോക്കി. എന്ത് തോന്നിയാസാണ് കാണിച്ചത്? സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയണമെന്ന് തോന്നി. എനിക്കൊന്നുമില്ല. എനിക്ക് ഭ്രാന്തുമില്ല. വലിയ അസ്വാസ്ഥ്യം തോന്നി. ആരും ഇതഴിക്കാൻ വരില്ലേ? കരച്ചിൽ തൊണ്ടയിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ആരും വരില്ലേ? നിസ്സഹായനായി അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. അതിർത്തിയിലെ പുളിമരത്തിനിടയിലൂടെ തുടുത്ത ആകാശം കാണാം. കറുപ്പും ചുവപ്പും കലർന്ന മേഘത്തിന്റെ ഒരു ശകലം അവിടെ പറ്റിക്കിടക്കുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ വടിച്ചു കുടഞ്ഞ് അവൻ കാലുകളിൽ തടവി. ചങ്ങല കണ്ണികൾ പതുക്കെ കിലുങ്ങി. കരച്ചിൽ കടിച്ചമർത്തിക്കൊണ്ടിരുന്ന് അവൻ വീണ്ടും ഓർക്കാൻ ശ്രമിച്ചു. എന്തെല്ലാമാണ് സംഭവിച്ചത്? അവന് സുഖക്കേടായിരുന്നു. അവരെല്ലാം പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഒന്നുമില്ല. എന്നെ വിടൂ. ചിതലുകൾ കുഴികളുണ്ടാക്കിയ പഴയ മരത്തൂണും ചാരി അവൻ ഇരുന്നു. ഓ, ഉടുതുണി ഇല്ലാതെയാണ് അല്പം മുമ്പ്. ആരൊക്കെ കണ്ടിരിക്കും? അമ്മുക്കുട്ടി എങ്ങാനും ആ വഴി വന്നിട്ടുണ്ടാവോ? അമ്മുക്കുട്ടിയെ ഒന്ന് കണ്ടെങ്കിൽ അർപ്പായിരിക്കും അവൾക്ക് തോന്നുക. മേല് നിറച്ചു മണ്ണാണ്. ഒന്ന് മുഖം കാണാൻ കഴിഞ്ഞെങ്കിൽ താടി വല്ലാതെ വളർന്നിരിക്കുന്നു. ജട പിടിച്ച തല ചൊറിഞ്ഞപ്പോൾ മണ്ണും പൊടിയും ചുറ്റും വ്യാപിച്ചു. അമ്മുക്കുട്ടിയുടെ ശരീരത്തിൽ അഴുക്കു കാണില്ല. അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ കാച്ചിയ എണ്ണയുടെയും കൈതപ്പൂവിന്റെയും മണമുണ്ടാവും. അവളിപ്പോൾ കാണുകയാണെങ്കിൽ. അമ്മുക്കുട്ടിയെ പറ്റി ഓർക്കുമ്പോൾ വളരെ നിഗൂഢമായ ഒരു രഹസ്യം ഓർമ്മ വരുന്നു. ആരും അറിയില്ല, ആരോടും പറയില്ല. മേലെ കളമുറ്റത്തെ പുളിയമ്മാവിന്റെ ചുവട്ടില് മാങ്ങ വീഴുന്നതും കാത്ത് തൊട്ടിരിക്കുമ്പോൾ കവളത്ത് പതുക്കെ ഒരു കടി. അവൾ ചുണ്ടി പിടിച്ച് പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്തു. അന്ന് കുട്ടികളായിരുന്നു. വളരെ മുമ്പാണത്. ഇപ്പൊ എത്ര വലുതായി. അതിൽ പിന്നെ എന്തെല്ലാം സംഭവിച്ചു? പലതും വ്യക്തമല്ല. അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ, ഓലത്തടുക്ക് വെച്ചു കെട്ടിയ ഒരു കിളിവാതിൽ, ഇരുള് മൂടിക്കിടക്കുന്ന ആ ശൂന്യതയിൽ എന്തെല്ലാം ഉണ്ടായി. ഈ ചങ്ങലക്കെട്ട് എപ്പോഴാണ് കാലില് വീണത്? കുട്ടിയേട്ടന്റെ സൂക്കട് മാറും. ആ നേർത്ത സ്വരം എവിടെയോ തങ്ങി നിൽപ്പുണ്ട്. അവന് സുഖക്കേടായിരുന്നു. അവർ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞിരുന്നത് ഭഗവതി വാസ്തവാണോ? കാൽമുട്ടുകൾക്കിടയിൽ കവിളുകൾ അമർത്തിക്കൊണ്ട് അവൻ കരഞ്ഞു. കണ്ണീർ വീണപ്പോൾ ചങ്ങല ഉരസി വന്ന ഭാഗങ്ങൾ നീറുകയായിരുന്നു.
എന്നാലും സമാധാനമുണ്ട്. ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് സൂക്കേടുമില്ല. ഉച്ചത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ വിടൂ, എന്നെ വിടൂന്ന്. ആരും വന്നില്ല. ആരും ഇത് കേൾക്കുന്നില്ലേ? മനുഷ്യനെ ചങ്ങലയ്ക്ക് ഇടാറില്ല. അവനൊരു കടിക്കുന്ന പട്ടിയൊന്നും അല്ലല്ലോ. എന്നെ വിടൂ, എന്നെ വിടാൻ. കോലായുടെ വക്കലേക്ക് ആശയോടെ നോക്കിയിരുന്നു. ചുമരിന് പുറത്ത് ആരോ തല നീട്ടുന്നു. ശങ്കരൻകുട്ടിയല്ലേ? ശങ്കരൻകുട്ടി തന്നെ. ശങ്കരൻകുട്ടി! അവൻ ചുമരിന്റെ പുറകിൽ നിന്ന് പുറത്തു വന്നു. ശങ്കരൻകുട്ടി, ഒന്ന് അടുത്ത് വാ. ശങ്കരൻകുട്ടി തലയാട്ടി. അടുത്ത് വാ, ചോദിക്കട്ടെ. തല്ലാനല്ലേ? അല്ല ശങ്കരൻകുട്ടി, ഞാൻ തല്ലില്ല. അത് പറയുമ്പോൾ വേലായുധന്റെ തൊണ്ട ഇടറി. ശങ്കരൻകുട്ടി പിന്നെയും സംശയിച്ചു. ഞാൻ ഒന്നും കാട്ടില്ല. പേടിച്ചു ശങ്കരൻകുട്ടി കുറച്ചുകൂടി മുമ്പോട്ട് വന്നു. ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. ആരാ? അച്ഛൻ. ശങ്കരൻകുട്ടി, ആരാ എന്റെ കാലില് ചങ്ങലിട്ടത്? ഭയത്തോടെ ചൂളി നിൽക്കുന്ന ശങ്കരൻകുട്ടി വേലായുധനെ ആകെ ഒന്ന് നോക്കുകയായിരുന്നു. ആരാ? അച്ഛൻ പറഞ്ഞിട്ടേ കരുവാൻ കൊണ്ടുവന്നതാ. ഇതൊന്ന് അഴിച്ചു നോക്ക്. ഞാൻ അഴിക്കില്ല. എനിക്കൊന്നുമില്ല ശങ്കരൻകുട്ടി, ഇതൊന്ന് അഴിച്ചതാ. കുട്ടിയേട്ടനേ ഭ്രാന്താ. തേങ്ങൽ കടിച്ചമർത്തിക്കൊണ്ട് വേലായുധൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഭ്രാന്തില്ല ശങ്കരൻകുട്ടി. ആരാണ്? ഒന്ന് അഴിച്ചു തരിക. മുത്തശ്ശി വന്നാൽ അഴിച്ചു തരും. അവർക്കെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ അമ്മുക്കുട്ടി വന്നാൽ മതി. ശങ്കരൻകുട്ടിയെ ഒന്ന് മുത്തശ്ശിയെ വിളിക്കേ. ശങ്കരൻകുട്ടി കൈയടിച്ച് ഉച്ചത്തിൽ ചിരിച്ചു. ഒന്ന് വിളിക്കേ. വേലായുധേട്ടന് ഭ്രാന്താ. അച്ഛമ്മ മരിച്ചില്ലേ? അത് കേട്ടപ്പോൾ വേലായുധൻ തളർന്നുപോയി. മുത്തശ്ശി മരിച്ച വ്യസനത്തെക്കാളും ഏറെ അവനെ വേദനിപ്പിച്ചത് മറ്റൊരു ചിന്തയായിരുന്നു. ഇരുട്ടിൽ അവൻ അറിയാതെ അവന്റെ മുകളിലുള്ള എന്തെല്ലാം ഒഴുകിപ്പോയി. എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ. ആ ചങ്ങല വീണ്ടും ശബ്ദിച്ചു. ആരാണിതൊന്നഴിക്കുക? ആരും കേൾക്കുകയില്ല, ആരും കേൾക്കുകയില്ല. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ശങ്കരൻകുട്ടി, ഓപ്പോളെ ഒന്ന് സ്വകാര്യത്തിൽ വിളിക്ക്. അമ്മുക്കുട്ടിയോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂ. എനിക്കിപ്പോ രോഗമില്ല. ഓപ്പോളും അമ്മ എൻ്റെ അടക്കി പോയില്ലേ? ശങ്കരൻകുട്ടിയുടെ മുഖത്ത് അപ്പോൾ പരിഹാസത്തെക്കാളും ഏറെ സഹതാപമായിരുന്നു. എന്നേ പോയത്? ദിവസായി. ഞാനും പോയി. ഇന്നലെ അച്ഛൻ്റെ കൂടെ പോരേ? എന്നാ വരിക? ഇനിയിപ്പോ വരില്ല. എന്താ? വരണ മാസം ഓപ്പോളുടെ കല്യാണല്ലേ? വേലായുധൻ പിന്നെ ഒന്നും ചോദിച്ചില്ല, ഒന്നും അറിഞ്ഞില്ല. രോഗമായിരുന്നു. അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ, ഓലത്തടുക്ക് കെട്ടിമറിച്ച ഒരു കിളിവാതിൽ, രോമം നിറഞ്ഞ ഒരു പരുക്കൻ കൈ. കുട്ടിയേട്ടൻ്റെ സൂക്കട് മാറും. ഇപ്പോഴാണ് അവളെ കാണേണ്ടിയിരുന്നത്. അമ്മുക്കുട്ടി, എനിക്കിപ്പോ സുഖക്കേടില്ല. അത് അവക്കറിഞ്ഞൂടാ. അവൾ ഇനി വരില്ലേ? ഇരുമ്പു പിഞ്ഞാണത്തിൽ ചോറും കറിയുമായി ചായ്പിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. അല്പം മാറി നിന്ന് പാത്രം മുമ്പിലേക്ക് നിരക്കി നീക്കി. മുടമ്പല്ലുള്ള മാറു മറയ്ക്കാത്ത ഒരു മുതിർന്ന സ്ത്രീ. അവരാരാണെന്ന് അറിയില്ല, എങ്കിലും പറഞ്ഞു, ഈ ചങ്ങല ഒന്ന് അഴിച്ചു തരുമോ? പേടിപ്പെടുത്തുന്ന ഒരു നോട്ടത്തോടെ അവർ പറഞ്ഞു, നിനക്ക് നല്ല ബുദ്ധി വരട്ടെ. എനിക്ക് സുഖക്കേടില്ല, എന്നെ വിടൂ. എഴുന്നു നിൽക്കുന്ന പല്ലുകൾക്കിടയിലൂടെ ഒച്ചയോടെ ഒന്ന് നീട്ടിത്തുപ്പി ഗൗരവഭാവത്തിൽ അവർ നടന്നു. അകത്തുനിന്ന് ചെറിയൊരു ബഹളം കേട്ടു. ശബ്ദം അവർ തിരിച്ചറിഞ്ഞു. വലിയമ്മയുടേതാണ്. വലിയമ്മ ഗോപിയെ ശകാരിക്കുകയാണ്. ചീന്തി കഷ്ണിക്കാനുള്ളതല്ലടാ അത്. ആ നല്ല മുണ്ടെടുത്തിട്ട് എന്തിനാടാ നീ കൊടുത്തു? അതേ കണ്ടുള്ളൂ അമ്മേ. എന്തിനാടാ നിന്നെ പറയണ്? വേലായുധനല്ല ഇപ്പൊ ഭ്രാന്ത് നിനക്കാം. വലിയമ്മേ, എനിക്ക് ഭ്രാന്തില്ല എന്ന് വിളിച്ചു പറയാൻ തോന്നി. വിശപ്പുണ്ട്. പിഞ്ഞാണത്തിൽ നിന്ന് കുറെ വാരി തിന്നു. ഇരുട്ട് വാഴത്തോപ്പിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. അറ്റത്തെ അരിവാൾ വെച്ചു കെട്ടിയ നീണ്ട തോട്ടിയുമായി ആരോ വാഴകൾക്കിടയിൽ നടക്കുന്നു. തോട്ടിയുടെ അറ്റം മാത്രമേ കാണുന്നുള്ളൂ. നോക്കിയിരിക്കുമ്പോൾ അരിവാൾ കെട്ടിയ തോട്ടി ഒരു വാഴക്കുടപ്പൻ മുറിച്ചിട്ടു. വാഴക്കുടപ്പനിലെ തേനിന്റെ മധുരം നുണഞ്ഞുപോയി. അമ്മുക്കുട്ടിക്ക് തേൻ ഇഷ്ടമായിരുന്നില്ല. അവൾ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന വെളുത്ത ഉണ്ണി മതി. തെക്കേപ്പാട്ടെ ജാനുവിനും ഉണ്ണി മതി. കുടപ്പൻ കിട്ടിയാൽ അവർ തമ്മിൽ അടിപിടിയാണ്. ഇലയിട്ട് നോക്കാം. ഞാനിടാം.
വേണ്ട, കുട്ടിയേട്ടൻ ഇട്ടാൽ മതി. അപ്പയുടെ ഇല പറിച്ചെടുത്തു ചോദിക്കുന്നു, ആകാ പറ. വീണ് കഴിയുന്നവരെ അമ്മുക്കുട്ടി കണ്ണടച്ചു നിൽക്കും. അവൾ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണത്രേ. അപ്പോൾ അമ്മുക്കുട്ടി അവളുടെ വീട്ടിലായിരിക്കും. അവൾ എന്തിനാ അങ്ങോട്ട് പോയി? ചെറുപ്പം മുതൽക്ക് ഇവിടെ ആയിരുന്നതല്ലേ. കുന്നിമണികൾ വീണ് കിടക്കുന്ന ഇടവഴി നല്ല ഓർമ്മയുണ്ട്. അമ്മയുടെ കൂടെ അമ്മായിയുടെ വീട്ടിൽ വിരുന്നു പോയിട്ടുണ്ട്. എത്ര കുന്നിച്ചെടികളാണ് അതിർത്തിയിൽ. ഇടവഴിയിലെ പൂഴിമണ്ണിൽ നിറയെ കുന്നിക്കുരു. തോട്ടുവക്കത്താണ് ആ വീട്. ആലോചിച്ചിരിക്കുമ്പോൾ രസക്കുടുക്കുകൾ തൂക്കിയ ഒരു മുറിയും ചുമരിലെ മാൻകൊമ്പും കാണാൻ കഴിയുന്നുണ്ട്. അമ്മുക്കുട്ടി ഇപ്പോൾ എന്തു ചെയ്യുകയാകും? മേൽ കഴുകി വന്ന് വടക്കുപുറത്ത് അമ്മയുടെ താഴെ അഴിച്ചു പരത്തിയിട്ട തലമുടിക്കിടയിൽ വിരൽ കൊണ്ട് തിരുപ്പിടിച്ചു നിൽക്കുകയാവും. ഇനി വരില്ലേ അമ്മുക്കുട്ടിയെ ഒന്ന് കാണാൻ? കല്യാണം കഴിഞ്ഞ അവള് പിന്നെ ഇങ്ങോട്ട് വരില്ല. ഒന്ന് കണ്ടെങ്കിൽ. വേലായുധൻ ചുമരിൽ പുറമുരച്ചു ചൊറിഞ്ഞു. കാലിലെ ചങ്ങല ശബ്ദിച്ചു. അതഴിക്കാൻ കഴിഞ്ഞാൽ ചായ്പിൽ നിന്ന് പുറത്തിറങ്ങാം. ചങ്ങല വലിച്ചു നോക്കി. വിരലുകൾ നോവുന്നുവെന്നു മാത്രം. ഇതഴിയില്ലേ? ആരും വന്ന് അഴിച്ചു തരില്ലേ? ആട്ടിൻകുട്ടിയെ കെട്ടാൻ വലിയമ്മ ചായ്പിന്റെ മുമ്പിലൂടെ കടന്നുപോയി. സംശയത്തോടെ അവൻ വിളിച്ചു. വലിയമ്മ തിരിഞ്ഞു നോക്കിയില്ല. ഉമ്മറത്തിരുന്ന് ഗോപിയും ശങ്കരൻകുട്ടിയും നമശിവായ ചൊല്ലുന്നു. മുടമ്പലുള്ള മാറുമറയ്ക്കാത്ത സ്ത്രീ പിഞ്ഞാണം എടുക്കാൻ വന്നപ്പോൾ അവൻ കെഞ്ചി, ഇതൊന്ന് അഴിച്ചേരുവോ? ഇനി ആളോളുടെ നെഞ്ഞത്ത് കയറാനാ? അവൻ നനഞ്ഞ കണ്ണുകൾ തുടച്ച് ആകാശത്തേക്ക് നോക്കി. മിനുങ്ങുന്ന ഈറൻ മുടിക്കെട്ടിന്റെ നിറം. കണ്ണെത്തുന്ന ഇടമാകെ നോക്കുമ്പോൾ തിളക്കമില്ലാത്ത ഒരു നക്ഷത്രം മാത്രമുണ്ട് മുനിഞ്ഞു നിൽക്കുന്നു. നമശിവായ കഴിഞ്ഞപ്പോൾ രാമായണം വായന തുടങ്ങി. അത് അമ്മാമയുടെ ശബ്ദമാണ്. വടക്കിനിയുടെ ജനാലയിലൂടെ ചായ്പിന്റെ മുൻവശത്തെ മുറ്റത്തേക്ക് വെളിച്ചമൊഴുകി. അകത്ത് വിളക്കുകൾ സഞ്ചരിക്കുന്നു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ ശബ്ദിക്കുന്നു. അവരാരും ഇനി ഇങ്ങോട്ട് വരില്ല. ഇരുട്ടിനോട് അവൻ പതുക്കെ പറഞ്ഞു, എന്നെ വിടൂ, എന്നെ വിടൂ. അയൽപക്കത്തെങ്കിലും ആളുകളില്ലേ? അവർക്കെങ്കിലും ഈ ചങ്ങല അഴിച്ചു മാറ്റിക്കൂടെ? ഉച്ചത്തിൽ അവൻ ഒന്ന് നിലവിളിച്ചു നോക്കി. അയ്യോ അമ്മേ! ഒരു വിളക്ക് കൊലായുടെ വക്കിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്നൊരു വിളിയും. വേലായുധാ, എന്നെ എവിടെ? എന്നെ വിട്. ഉണ്ടാതെ അവിടെ കിടന്നോ? എല്ല് ഞാൻ വെള്ളാക്കൂ. ആ വിളക്ക് മറഞ്ഞു. വീട്ടിനകത്തെ ഒച്ചയും മനക്കവും പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. മുറ്റത്ത് ഇരുട്ടിൽ വിടവുണ്ടാക്കിയിരുന്ന പ്രകാശവും മറഞ്ഞു. കാലിലെ ചങ്ങല അവൻ ഒരിക്കൽ കൂടി വലിച്ചു നോക്കി. ഇതഴിഞ്ഞു കിട്ടിയാൽ ജയിച്ചു. പിന്നെയും ദ്രോഹിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആരായാലും അവന്റെ മരണമാണ്. കടിക്കുന്ന പട്ടികളെ ചങ്ങലക്കിടാറുണ്ട്. പക്ഷേ മനുഷ്യനെ ചങ്ങലയൊന്ന് അഴിച്ചു കിട്ടിയാൽ ഒരു കണ്ണി അറ്റാൽ മതി. ഒരു കണ്ണി. ഭ്രാന്താണത്ര. അവർക്കെല്ലാമാണ് ഭ്രാന്ത്. അല്ലെങ്കിൽ വെറുതെ ആളെ ദ്രോഹിക്കുമോ? എനിക്കൊന്നുമില്ല, എനിക്ക് ഭ്രാന്തില്ല. അവൻ വീണ്ടും വീണ്ടും ചങ്ങല വലിച്ചു നോക്കി. കൈ വേദനിച്ചിട്ടും നിർത്തിയില്ല. കിതപ്പ് കൊണ്ട് ശ്വാസം മുട്ടിയപ്പോൾ കണ്ണടച്ച് കമിഴ്ന്നു കിടന്നു. വീണ്ടും കണ്ണു തുറന്നപ്പോഴാണ് അറിയുന്നത് അവൻ സ്വപ്നം കാണുകയായിരുന്നു. മാണിക്യക്കല്ല് കിട്ടിയ രാജകുമാരന്റെ കഥ ചെറുപ്പത്തിൽ മുത്തശ്ശി മടിയിൽ കിടത്തി ഉറക്കുമ്പോൾ പറഞ്ഞു തന്നതാണ്. പൊയ്കയ്ക്ക് അടിയിലെ മാളികയിൽ രാക്ഷസൻ രാജകുമാരിയെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. തീ തട്ടിയാൽ ഉരുകാത്ത, വെട്ടിയാൽ മുറിയാത്ത ചങ്ങല. വിറക് ഓടിക്കാൻ വന്ന തള്ള കൊടുത്ത മന്ത്രം ജപിച്ച കടാരി കാണിച്ചപ്പോൾ ചങ്ങല തകർന്നുപോയി. വെള്ളക്കുതിരകളുടെ പുറത്തു കയറി രാജകുമാരനും രാജകുമാരിയും കണ്ണാന്തളിപ്പ് അടർപ്പുകൾ നിറഞ്ഞ കുന്നിന്റെ നെറുകയിലെ 7 നില മാളികയിലെത്തി. അപ്പോഴാണ് കണ്ണു തുറന്നത്. മാളികയില്ല, മാണിക്യക്കല്ലില്ല, വെള്ളാരം കുതിരകളുമില്ല. നേർത്ത നിലാവെളിച്ചം ചായ്പിലേക്ക് കടന്നു വരുന്നു. മുറ്റത്തു നിഴലുകൾ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു. ഇപ്പോൾ എവിടെയാണ്? ഇളകിയപ്പോൾ ചങ്ങല കിലുങ്ങി. അരിശത്തോടെ ചങ്ങലയിൽ മുറുകെ പിടിച്ച് ചുമരിൽ കാലുകൾ അമർത്തി ചവിട്ടി അവൻ ഊക്കോടെ വലിച്ചു. ഒരു കണ്ണി അറ്റാൽ മതി, ഒറ്റ കണ്ണി. ഒരിക്കൽ കൂടി. അമ്മേ! അവൻ പിറകോട്ട് മലർന്നു പോയി. ആ ചങ്ങല മുറിഞ്ഞിരിക്കുന്നു. എഴുന്നേറ്റപ്പോൾ ശരീരമാകെ നുറുങ്ങുന്നത് പോലെ തോന്നി. നോണ്ടി നോണ്ടിയാണ് മുറ്റത്തിറങ്ങിയത്. ഓരോ കാലടി വെപ്പിലും കാലിൽ ബാക്കി നിൽക്കുന്ന ചങ്ങലക്കണ്ണികൾ ശബ്ദിച്ചു. ഒതുക്കുകൾ ഇറങ്ങി പടിപ്പുരയുടെ ചാരിയ വാതിൽ തുറന്ന് പുറത്തു കടന്നു. മുന്നിൽ വയലാണ്.
അതിൻ്റെ നട്ടലുപോലെ നീണ്ടുകിടക്കുന്ന വരമ്പിൽ കയറി നടക്കുമ്പോൾ അവൻ ആലോചിച്ചു, എങ്ങോട്ടാണ് ഇനി യാത്ര? എല്ലാറ്റിലും ഉപരിയായി പൊങ്ങി നിന്ന ആവശ്യം ചായ്പിൽ നിന്ന് രക്ഷപ്പെടണം എന്നതാണ്. കാലത്ത് അവർ കണ്ടാൽ വീണ്ടും ചങ്ങലകാലിൽ വീഴുകയായി. എവിടേക്കെങ്കിലും ആകട്ടെ, പോകാം. കാറ്റിൽ നെല്ലോലകളിളകുന്ന ശബ്ദത്തിനിടയ്ക്ക് തളത്തിൽ ചങ്ങല കിലുങ്ങി. തെക്കേ കരയിൽ നിന്ന് ഒരു പട്ടി ദീനസ്വരത്തിൽ ഓളിയിട്ടു. ചങ്ങലയിൽ കിടക്കുന്ന പട്ടിയായിരിക്കും, വേലായുധൻ ഓർത്തു. മങ്ങിയ നിലാവുള്ളതുകൊണ്ട് വഴി കാണാൻ വിഷമമില്ല. മുകളിൽ ആകാശം വിളറി നിൽക്കുന്നു. രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ആ ചങ്ങല കിലുക്കം തുടർച്ചയായി പോറലുണ്ടാക്കി. പാടം അവസാനിക്കുന്നിടത്ത് റോഡിലാണ്. കൈതക്കൂട്ടത്തിനിടയിലൂടെ റോഡിലേക്കു കയറി. പുഴയുടെ തീരത്തിലൂടെയാണ് റോഡ് പോകുന്നത്. രാവിലെ അവർ നോക്കുമ്പോൾ ചായ്പിൽ വേലായുധൻ എന്ന പട്ടി ചങ്ങലയിൽ കിടക്കുന്നുണ്ടാവില്ല. അതോർത്തപ്പോൾ അവന് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തോന്നി. പക്ഷേ അവർ തിരഞ്ഞു പിടിക്കാനെത്തും. അതിനു മുമ്പ് രക്ഷപ്പെടണം. എവിടെയാണ് എത്തിച്ചേരുക? ആരും വിശ്വസിക്കുകയില്ല. ആരും പറയാനുള്ളത് കേൾക്കില്ല. അവൻ തന്നോട് തന്നെ പറഞ്ഞു, എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് സുഖക്കേടുമില്ല. കുട്ടിയേട്ടൻ്റെ സൂക്കട് മാറും എന്ന് പറഞ്ഞത് അവളാണ്, അമ്മുക്കുട്ടി. എൻ്റെ പ്രിയപ്പെട്ട അമ്മുക്കുട്ടി. എനിക്കിപ്പോൾ ഒന്നുമില്ല. അവൾ വിശ്വസിക്കും. അവൾക്ക് മാത്രമേ വിശ്വാസം വരൂ. പാതയിലെ മണ്ണ് നനഞ്ഞിട്ടുണ്ട്. മഞ്ഞ് വീണതുകൊണ്ടായിരിക്കണം. ആ വഴി നടന്ന കാലം മറന്നു. കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അടച്ചിട്ട ഒരു വഴി പീടികയും കടവിനടുത്ത നിസ്കാരപ്പള്ളിയും പിന്നിട്ട അവൻ നടന്നു. വള്ളിക്കാടും പിശാചുകൾ പാർക്കുന്നുവെന്ന് പറയാറുള്ള അരയാലുകളും കടന്നു പോകുമ്പോൾ ഭയം തോന്നിയില്ല. തലയ്ക്ക് മുകളിൽ മാനം വിളറി വെളുക്കുകയായിരുന്നു. നിഴൽപ്പാടുകളിലേക്ക് വെളിച്ചം കുറേശ്ശെ കടന്നു വരുന്നു. വിട്ടുവഴിയുടെ വക്കിലുള്ള ആ താണിയം പിടിച്ചുകൊണ്ട് വേലായുധൻ നിന്നു. കിഴക്ക് ചുവക്കുകയാണ്. എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പാടത്തിന്റെ നടുവിലുള്ള കൊച്ചു തുരുത്ത് കണ്ടപ്പോൾ സ്ഥലം ഓർമ്മ വന്നു. ആ തുരുത്തിൽ മാപ്പിള സ്കൂളാണ്. അപ്പുറം വയലിന്റെ വക്കിൽ വലിയൊരു കുളവും ചെറിയൊരു ക്ഷേത്രവുമുണ്ട്. അവിടെ അമ്മയുടെ കൂടെ എല്ലാ മാസവും തൊഴാൻ വരാറുണ്ട്. സ്കൂളിന്റെ മുൻവശത്തെ കാളപ്പൂട്ട് കണ്ടത്തിൽ ഒരിക്കൽ തെക്കത്തി ഉണ്ടായിരുന്നു. പാടത്തിനു മുകളിൽ നീലച്ച മൂടൽ മഞ്ഞ് പരന്നു കിടക്കുന്നു. വേലായുധൻ പാടത്തേക്കിറങ്ങി. കിലുങ്ങുന്ന കാലടികൾ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എതിരെ നിന്ന് മുഖം ചുമലിൽ വെച്ച ഒരു കറുത്ത രൂപം വരുന്നത് കണ്ടു. അടുത്തു വന്നപ്പോൾ ആ രൂപം നിന്നു. ആരത്? വേലായുധൻ മറുപടി പറഞ്ഞില്ല. ഒരു നിമിഷം സംശയിച്ചു നിന്നു. ഒരടി മുമ്പോട്ട് വെച്ചപ്പോൾ ആ മനുഷ്യൻ മുഖം പരമ്പത്തിട്ട് വയലിലേക്കു ചാടിയിറങ്ങി. ആളെ ശ്രദ്ധിക്കാതെ വേലായുധൻ നടന്നു. ഇളവയിൽ തട്ടിയപ്പോൾ വേലായുധന് സുഖം തോന്നി. നോക്കെത്താതെ കിടക്കുന്ന പാടത്തിന്റെ മധ്യത്തിൽ നിവർന്നു നിന്ന് അവൻ നാലുപാടുമൊന്ന് കണ്ണോടിച്ചു. തലയിൽ മൺകലവുമേറ്റി വരുന്ന ചെറുമികൾ അവനെ കണ്ടപ്പോൾ വിളഞ്ഞ വയലിലേക്ക് ഇറങ്ങി ഓടി. പ്രാന്തൻ, പ്രാന്തൻ! പിന്നിൽ നിന്ന് കൂക്കിവിളിയും ബഹളവും കേട്ടു. വേലായുധൻ നടത്തത്തിന് വേഗം കൂട്ടി. ആളുകൾ പിറകെ വരികയാണോ? ഉയർന്ന ഞാറ്റുകണ്ടത്തിലേക്ക് കയറുമ്പോൾ കൈതോലകൾ തട്ടി കാലുകൾ കീറി മുറിഞ്ഞു. ഞാറ്റുകണ്ടത്തിൽ നിന്ന് ഇടവഴിയിലേക്ക് കടന്നു. പിന്നിൽ ബഹളം വർദ്ധിക്കുകയാണ്. പക്ഷെ നേരിട്ട് വരുന്നവരാരും അവനെ തടഞ്ഞു നിർത്തിയില്ല. അതവന് ആശ്വാസമായി തോന്നി. കാണുന്നവർ വഴി വിട്ടുകൊടുന്നു. അവന് ഭയത്തേക്കാളേറെ വ്യസനമാണ് തോന്നിയത്. എനിക്ക് ഭ്രാന്തില്ല വിളിച്ചു പറഞ്ഞു. ഭ്രാന്തൻ, ഭ്രാന്തൻ! ഇടവഴിയുടെ അറ്റത്തെത്തിയപ്പോൾ കുത്തനെ നിൽക്കുന്ന ഒരു വലിയ വെട്ടുകല്ല് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ നിന്നു. എന്തോ ഒരു ക്ഷീണമാണ്. വീണ്ടും നടക്കാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ നിന്ന് ആരോ ഗർജിച്ചു, നിക്കടാ അവിടെ! നോക്കുമ്പോൾ തലയിൽ കെട്ടും നരയൻ മീശയുമുള്ള ഒരു കൂറ്റൻ മനുഷ്യനാണ്. നിൽക്കാനാ പറഞ്ഞത്? നിന്നെക്കാളും കൊമ്പന്മാരെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, വേലായുധൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഭ്രാന്തില്ല. നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റും. അയാൾ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച മുളവടിയും വീശി അടുക്കാൻ ആരംഭിച്ചപ്പോൾ വേലായുധന്റെ മനസ്സിൽ തീയാളി. ആ വടി തന്റെ തലയ്ക്ക് വീഴാൻ പോകുകയാണ്. നിലത്തു നിന്ന് ഒരു വലിയ ഉരുളൻ കല്ല് പൊക്കിയെടുത്ത് ഉയർത്തി കാണിച്ച് വേലായുധൻ നിന്നു. അയാൾ പിൻവാങ്ങി. അവൻ നടന്നു. ഇടവഴി ചെന്നെത്തുന്നത് കുന്നിൻ ചെരുവിലാണ്. കുത്തനെയാണ് വഴി. എങ്കിലും ധൃതിയിൽ കയറി. കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ അകലെ താലപ്പൊലി പോലെ കണ്ടു. അതിനടുത്ത് ചുവന്ന വെട്ടുകല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ കോവിലും. ആ സ്ഥലം വേലായുധന് നല്ല ഓർമ്മയുണ്ട്. പാലയുടെ താഴത്തേക്ക് ഇറങ്ങിയാൽ പറങ്കിമാവിൻ തോട്ടമുണ്ട്. പിന്നെ ഇടവഴിയും തോടുമാണ്. ആ തോട്ടുവക്കിലെ വീടിന്റെ പടിക്കൽ കുന്നിമണികൾ ചിതറിക്കിടന്നിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മുക്കുട്ടി, എനിക്ക് ഭ്രാന്തില്ല.
കുന്നിൻപുറം വിജനമാണ്. ഒരു കറുത്ത കാളക്കൂറ്റൻ മാത്രമാണ് അവിടെ അലഞ്ഞു നടക്കുന്നത്. കാൽ ചുവട്ടിൽ പുല്ലുകൾ അമരുമ്പോൾ വെള്ളത്തുള്ളികൾ തെറിച്ചുകൊണ്ടിരുന്നു. മനുഷ്യർ ആരുമില്ല. അവിടെ സമാധാനമായിരിക്കും. പാലയുടെ ചുവട്ടിലെത്തിയപ്പോഴേക്കും കാൽമുട്ടുകൾ പൊളിഞ്ഞു വീഴുന്നുണ്ടെന്നു തോന്നി. പടുത്തുകെട്ടിയ തറയിൽ ചാരിക്കൊണ്ട് വേലായുധനിരുന്നു. കുളിർമയുള്ള കാറ്റേറ്റപ്പോൾ കണ്ണടയ്ക്കാൻ തോന്നി. പുറം മുഴുവൻ വേദനിക്കുന്നു. നനവുള്ള പുൽത്തകിടിയിൽ മുഖം അമർത്തിക്കിടന്നു. മയക്കത്തിൽ നിന്ന് പെട്ടെന്നാണ് ഞെട്ടി ഉണർന്നത്. പുറത്ത് എന്തോ വന്നു വീണ പോലെ തോന്നി. എഴുന്നേറ്റിരുന്നു നോക്കുമ്പോൾ അല്പം അകലെയായി മുടിങ്കോലും തൊപ്പിക്കുടയുമുള്ള 6-7 കാലിപ്പിള്ളേർ നിൽക്കുന്നു. അവർ സൂക്ഷിച്ചു നോക്കുകയാണ്. ഒരു കല്ലുകൂടി വന്നു വീണു. മുന്നിൽ വന്നു കുത്തി തലയ്ക്ക് മുകളിലൂടെ തെറിച്ചു പോവുകയാണത്. വേലായുധൻ സംഭ്രമത്തോടെ എഴുന്നേറ്റ് നിന്നു. കാലിൽ ചങ്ങല കുലുങ്ങി. നടന്നപ്പോൾ ആ സംഘം പിറകിലുണ്ട്. കല്ലുകൾ വീണ്ടും പറന്നു വരുന്നു. പാറക്കെട്ടിലൂടെ ചങ്ങല വലിച്ചുകൊണ്ട് ഓടിയിറങ്ങി. ഇടവഴിയിലെത്തിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അമ്മേ, ഉച്ചത്തിൽ കരഞ്ഞുപോയി. നെറ്റി തുടച്ചു നോക്കിയപ്പോൾ ചോരയുണ്ട് കയ്യിൽ. പിടിയടാ പിടി, ദാ വരണ്, ആളൊഴിഞ്ഞോളേ. പാടത്തിറങ്ങിയപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് കണ്ടു. വഴിവക്കത്തു നിന്ന ഒരു കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു, ഭ്രാന്തൻ ഭ്രാന്തൻ, ആളുപദ്രവണ്ട്, മാറിക്കോളോ. പിന്നിൽ നിന്ന് വീണ്ടും ശബ്ദങ്ങൾ. വേലായുധൻ വഴിയരികിലൂടെ നടന്നു. എത്തിച്ചേർന്നത് തോട്ടുവക്കത്താണ്. അവിടെ നിന്ന് ഇടവഴിയിലേക്കു കയറി. ഇരുവശത്തും വൃക്ഷങ്ങൾ ഇട തിങ്ങി നിൽക്കുന്ന ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ താഴെ മണ്ണിൽ കുന്നിമണികൾ വീണുകിടക്കുന്നത് കണ്ടു. ആ ഇടവഴിയിൽ ഇരുന്ന് ചെറുപ്പത്തിൽ എത്ര കളിച്ചതാണ്. മുന്നിൽ ചെങ്കല്ല് അരച്ചു തേച്ച മതിൽ കെട്ടും ചാടാൻ നിൽക്കുന്ന ഹനുമാന്റെ മരപ്രതിമ ശിരസിൽ ഉറപ്പിച്ച വീടും കണ്ടപ്പോൾ വേലായുധന്റെ ഹൃദയം തുടിച്ചു. എവിടെയാണ് എവിടെയാണ് അമ്മുക്കുട്ടി? അവളെ ഒന്ന് കണ്ടാൽ മതി. അമ്മുക്കുട്ടി, എൻ്റെ രോഗം മാറി. എനിക്കിപ്പോൾ ഒന്നുമില്ല. അവൻ പടി കയറി. മുറ്റത്തേക്ക് ഓളത്തറക്കടുത്തിരുന്ന് ഒരു കുട്ടി ഓലപ്പന്തുണ്ടാക്കുകയാണ്. ചാണകം മെഴുകിയ വിശാലമായ മുറ്റത്ത് ഇളവയിൽ പരന്നിരിക്കുന്നു. ആ വലിയ വീടിന്റെ മുൻവശത്തു നിന്ന് വേലായുധൻ ചുറ്റും കണ്ണോടിച്ചു. ഓലപ്പന്ത് ധൃതിയിൽ പെറുക്കിയെടുത്ത കുഞ്ഞകത്തേക്ക് ഓടി. അമ്മുക്കുട്ടി ഇല്ലേ? അമ്മുക്കുട്ടി. അവൻ പതുക്കെ മുറ്റത്തിന്റെ അരികിലൂടെ 4 അടി നടന്നു. അപ്പോഴാണ് അവൻ കാണുന്നത്, ഇറയത്തു കെട്ടിയ കയറിൽ ഒരു സ്ത്രീ നനഞ്ഞ മുണ്ട് നിവർത്തിയിടുന്നു. ചങ്ങല വീണ്ടും കിലുങ്ങി. അവർ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം വേലായുധൻ സ്തംഭിച്ചു നിന്നുപോയി. ഒരിക്കൽ കൂടി അവൻ ആ മുഖത്ത് നോക്കി. ഹാ, അമ്മുക്കുട്ടി. അവൾ കൈത്തണ്ടയിൽ മടക്കിയിട്ട ഈറൻ മുണ്ടുകൾ നിലത്തിട്ട് കോലായിലേക്ക് കയറി ഉറക്ക നിലവിളിച്ചു, ഭ്രാന്തൻ ഭ്രാന്തൻ. ഞാനാണ് അമ്മുക്കുട്ടിയെ, എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. നാവ് പൊങ്ങിയില്ല. ഒരിക്കൽ കൂടി അവൻ വിളിച്ചു, അമ്മുക്കുട്ടി. അവൾ അകത്തേക്ക് ഓടി മറിഞ്ഞു കഴിഞ്ഞു. അകത്തു നിന്ന് ഒരു കോലാഹലം ഉമ്മറത്തേക്ക് നീങ്ങി വരികയാണ്. ഭ്രാന്തൻ ഭ്രാന്തൻ, വടി ഇങ്ങോട്ടെടുക്ക്, നീ അകത്ത് പോ, ഭ്രാന്തൻ ഭ്രാന്തൻ. വേലായുധൻ പിന്നെ നിന്നില്ല. ചുണ്ടുകൾ നനച്ചപ്പോൾ ഉപ്പ് ചുവച്ചു. നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരയാണ്. കാലിലെ ചങ്ങല കഷണവും വലിച്ചുകൊണ്ട് വേലായുധൻ ഇറങ്ങി. ശരീരം തളർന്നു വീഴാറായിരുന്നു. എങ്കിലും ഒരു ചുഴലിക്കാറ്റിന്റെ വേഗത്തിൽ അവൻ ഓടി. പിന്നിൽ പാട്ടകൾ ശബ്ദിച്ചു. കൂക്കുവിളിയും ബഹളവും വിടാതെ പിന്തുടർന്നു. പടിപ്പുര കടന്ന മുറ്റത്തെത്തിയപ്പോൾ അമ്മാമയുണ്ട്, വേറെ 2 പേരും. ചങ്ങല കിലുക്കം കേട്ടപ്പോൾ അവർ ഞെട്ടി എഴുന്നേറ്റു. മതിൽ കെട്ട് പിടിച്ചുകൊണ്ട് വേലായുധത്തെല്ലിട നിന്നു. അമ്മാമ ഉത്തരത്തിൽ നിന്നും വടി വലിച്ചൂരിയെടുത്തു. മുറ്റത്തേക്ക് ഇറങ്ങിയത് അവർ കണ്ടു. തളർന്നു മങ്ങിയ കണ്ണുകൾ സ്വന്തം ശരീരത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവന് മനസ്സിലായി, അരയിൽ തുണിയില്ല. വേച്ചുകൊണ്ടാണ് കോലായിൽ ചെന്ന് വീണത്. അമ്മാമയും കൂട്ടുകാരും ചുറ്റും വന്നു നിന്നപ്പോൾ അവൻ ശ്വാസം മുട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലക്കിടൂ.